ടോട്ടോച്ചൻ്റെ രസകരമായ കഥ കൂട്ടുകാരെല്ലാവരും കേൾക്കുമല്ലോ. ടോട്ടോച്ചൻ തുടരുന്നു. റോക്കിയുടെ നെറ്റിയിൽ മുഖമുരുമി അവൾ മന്ത്രിച്ചു. ഞാനേ പഴയ സ്കൂളിലേക്കല്ല, പുത്തൻ സ്കൂളിലേക്കാ. അവൻ്റെ കാതുകൾ നാറുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ആ ഗന്ധം ഇഷ്ടമാണ്. ബൈ ബൈ പാസുകാട്ടി സ്റ്റേഷൻ കടന്ന് കുത്തനെയുള്ള പ്ലാറ്റ്ഫോം പടികളിലൂടെ അവൾ നടന്നു നീങ്ങി. കൊച്ചു ടോട്ടോ കണ്ണിൽ നിന്നും മറയുന്നതുവരെ റോക്കി അവിടെ തന്നെ നിന്നു, ദുഃഖഛായയുള്ള അപശബ്ദങ്ങളോടെ. തീവണ്ടിയിലെ ക്ലാസ് മുറി. ടോട്ടോച്ചൻ തലേന്ന് മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ തീവണ്ടിയുടെ വാതിൽക്കലെത്തി. സ്കൂൾ വിജനമായിരുന്നു. മറ്റാരും വന്നെത്തിയിട്ടില്ല. പഴയ മട്ടിലുള്ള തന്നെയായിരുന്നു തീവണ്ടി. പുറത്തെ വാതിൽപ്പടി അതുപോലെ തന്നെയുണ്ട്. 2 കൈകൊണ്ട് പിടിച്ചു തിരിച്ചാൽ വാതിൽ വലത്തേക്ക് തുറക്കാം. വാതിൽപ്പാളി തള്ളി തുറന്ന് ആകാംക്ഷയുടെ ഉള്ളിലേക്ക് എത്തിനോക്കുമ്പോൾ അവളുടെ ഹൃദയം പടപട മിടിക്കുന്നുണ്ടായിരുന്നു. ഹായ് ഹായ്. ഇവിടെയിരുന്നുള്ള പഠനം തീരാത്ത ഒരു തീവണ്ടി യാത്ര പോലെ തന്നെയായിരിക്കും അവൾ വിചാരിച്ചു. ജനാലയ്ക്ക് മുകളിലെ ലഗേജ് റാക്കുകൾ തീവണ്ടിയിലേതുപോലെ തന്നെ, നേരിയ ചില വ്യത്യാസങ്ങൾ മാത്രം. കമ്പാർട്ട്മെന്റിന് മുന്നിലായി ഒരു ബ്ലാക്ക് ബോർഡ്, പിന്നെ മുഖാമുഖമുള്ള നീളൻ സീറ്റുകൾക്ക് പകരം ബോർഡിനഭിമുഖമായി ഡെസ്കുകളും കസേരകളും. നിന്ന് യാത്ര ചെയ്യുന്നവർക്കുള്ള കൈപ്പിടികളില്ല. മറ്റെല്ലാം ശരിക്കും ഒരു തീവണ്ടി മാതിരി. അവൾ ഉള്ളിൽ കടന്നു മുന്നിൽ കണ്ട ഒരു സീറ്റിൽ ഇരിപ്പു പിടിച്ചു. പഴയ സ്കൂളിലേതുപോലെ തന്നെ ഒരു തടിക്കസേരയാണ്. പക്ഷേ കൊച്ചു ടോട്ടയെ പോലൊരുവൾക്ക് പകൽ മുഴുവൻ ഒരു വിമ്മിട്ടവുമില്ലാതെ ഇരിക്കാൻ പാകത്തിൽ സൗകര്യപ്രദമായ കസേര. പുതിയ സ്കൂൾ അവളുടെ ഹൃദയത്തെ കീഴടക്കി കഴിഞ്ഞിരുന്നു. ടോട്ടോച്ചൻ നിറഞ്ഞു സന്തോഷിച്ചു. എന്നും സ്കൂളിൽ വരണം, അവധിയേ വേണ്ട, അവൾ തീരുമാനിച്ചു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് സംശയമായി. ട്രെയിൻ അനങ്ങുന്നുണ്ടോ? തീവണ്ടി പള്ളിക്കൂടം നിശ്ചലമായി നിൽക്കുകയാണെന്ന കാര്യം ടോട്ടോച്ചനറിയാം.